ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇവിടെ ഞാനൊരു 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് നന്നായിട്ട് ഇതിൻ്റെ നടുവശം കീറിയെടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം ഞാൻ 2 പീസാണ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഇതൊരു കനത്തിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇത്രയും കനത്തിൽ നമ്മൾ മുറിച്ചെടുക്കുക. ഇതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, യെല്ലോ ഫുഡ് കളർ. അത് ഫുഡ് കളർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ല മഞ്ഞ കളർ കിട്ടും കേട്ടോ. ഈ പൊടി നമ്മളൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ. ഈ പൊടിയുടെ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ സ്പൂൺ വെച്ചിട്ട് കലക്കിയാലൊന്നും ശരിയാവില്ല കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കലക്കിയെടുക്കുക. കൈ വെച്ചിട്ട് കലക്കിയെടുക്കുമ്പോൾ നമുക്കത് കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കലക്കിയെടുത്ത നല്ല മാവായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇതിലൊരു 3/4 കപ്പോളം വെള്ളം ചേർത്തു. അതിൽ ബാക്കിയായിട്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സോഫ്റ്റായിട്ട് കലക്കിയെടുക്കുക. പിന്നെ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഈ 1 കപ്പ് വെള്ളത്തിൽ ഇത്രയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കേരളത്തിൻ്റെ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ആ മാവിൽ മുക്കിയിട്ട് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഒരു വശം കുറച്ച് ഫ്രൈ ആവുമ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. എന്നാലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനത്തെ വറുക്കണ സാധനങ്ങളൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താലേ അതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വശം ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളത് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് 2 വശവും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഒരു 3 മിനിറ്റ്, ഒരു വശം ഒരു 3 മിനിറ്റേ വേണ്ടു കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റണം ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് കേട്ടോ ഇത്. അവർ ഈ ബർഗറും പിസ്സയൊക്കെ അല്ലേ ഇപ്പോൾ കഴിക്കണേ. ഈ പണ്ടത്തെ ഇങ്ങനത്തെ ഈ റെസിപ്പിയൊക്കെ ഒന്ന് അവർക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തിയായ ഒരു റെസിപ്പിയും കൂടിയാണ് ഇതൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടായ പഴംപൊരി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മുടെ പിള്ളേരുടെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ല കേട്ടോ. ഈ സ്നാക്സ് നമ്മൾ പഴംപൊരി നല്ല ഒരു ചൂടോടെ തന്നെ കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത കാരണം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ, എന്നാൽ ആ പഴംപൊരിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.